ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു. കേന്ദ്ര സർക്കാർ പത്മഭൂഷണും പത്മശ്രീയും ഒക്കെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ സാമുദായിക രാഷ്ട്രീയ ഭേദമന്യേ പലരും ഷെയർ ചെയ്തത്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. എനിക്ക് വേണ്ട, ഒരു പത്മഭൂഷൺ വല്ല വിലയുണ്ട? അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? അതിനൊക്കെ അന്തം ഉണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. ഞാൻ വല്ല അവാർഡ് മേടിച്ചാൽ നിങ്ങൾ കേൾക്കില്ല. പല അവാർഡുകൾക്കും വരുന്നുണ്ട്, നോ എന്ന് പറയും. കണ്ടല്ലോ, ഈ വീഡിയോ ആണ് വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ പ്രഖ്യാപിച്ചപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് പുറത്തിട്ടത്. എന്ത് തെണ്ടിത്തരമാ വെള്ളാപ്പള്ളി പറയുന്നത്! ഈ വായുപോയ കോടാലി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പത്മഭൂഷൺ വാങ്ങാൻ പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്റെ കണക്കൂട്ടലിൽ അയാൾ പോയി വാങ്ങും. ഒരു ഉളുപ്പുമില്ലാതെ വെളുക്ക ചിരിച്ചുകൊണ്ട് കൈയും കൂപ്പി പോയി വാങ്ങുന്ന രംഗമൊന്ന് ആലോചിച്ച് നോക്കി. ഇയാളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇയാളും പത്മഭൂഷൺ കാശ് കൊടുത്ത് വാങ്ങിയതാണോ? ആയിരിക്കുമല്ലേ. അയാൾ തന്നെ അത് പറയുകയും അയാൾക്കത് കിട്ടുകയും ചെയ്തപ്പോൾ ന്യായമായും അങ്ങനെ കരുതാം. അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും. അല്ല, ഇയാൾ ആരുവാ? എന്തിനു വേണ്ടിയാ ഇയാൾക്ക് ഈ പത്മഭൂഷൺ കൊടുത്തത്? പച്ചയ്ക്ക് വർഗീയത പറഞ്ഞതിനോ? ഈ ബഹുമതികളൊക്കെ ഇത്രയ്ക്ക് നിസ്സാരമാണോ? ഇയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇയാളെ പോലുള്ള ആർക്കും കിട്ടുമല്ലേ? ഇയാളുടെ വാക്കിന് വല്ല വിലയുമുണ്ടോ? അപ്പോൾ അഴിമതി, വർഗീയത ഒക്കെ പ്രകടിപ്പിച്ചാൽ ഈ അവാർഡൊക്കെ കിട്ടും അല്ലേ? ഇയാളുടെ പേരിൽ എത്ര കേസുകളുണ്ട്? ചുമ്മാതല്ല, കാശ് കൊടുത്താൽ കിട്ടും, ഇതിനൊരു വിലയുമില്ലാത്ത സാധനമാണ് എന്നൊക്കെ ഇയാൾ പറഞ്ഞത്. തന്നാലും വാങ്ങില്ലെന്നാണ് തട്ടിവിട്ടത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇയാൾ പോയി വാങ്ങുമെന്ന്. കാരണം അല്പം പോലും ഉളുപ്പില്ലല്ലോ. രാജ്യത്തിന്റെ പരമോന്നത അവാർഡുകളൊക്കെ ഈ വിധത്തിൽ അധിക്ഷേപിച്ച ഈ മാന്യദേഹം യഥാർത്ഥത്തിൽ രാജ്യവിരുദ്ധമായ കുറ്റമാണ് ചെയ്തത്. അങ്ങനെ ഒരു വ്യക്തിക്ക് അതേ പുരസ്കാരം നൽകി ആദരിക്കുന്നത് ദേശവിരുദ്ധം തന്നെയാണ് അല്ലേ? രാജ്യസ്നേഹികളായ ഭാരതീയ ജനതയ്ക്ക് അപമാനം തന്നെയാണ്. അണ്ടനും അടകോടനും ഒക്കെ കൊടുത്ത് അതിന്റെ വില കളഞ്ഞു. ഇയാൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ അവാർഡ് പോയി മേടിക്കരുത്. ഇത്രയും വൃത്തികെട്ട വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ആ അവാർഡിന് ഇയാൾ യോഗ്യനല്ല. യഥാർത്ഥത്തിൽ ഈ അവാർഡുകൾക്കൊക്കെ യോഗ്യതയുള്ള എത്രയോ മഹാരഥന്മാർ നമുക്കിടയിലുണ്ട്. അവരെ ഒന്നും പരിഗണിക്കാതെ ഇതുപോലെയുള്ള പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പരനാറികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല. അത് തെറ്റായ സന്ദേശം സമൂഹത്തിൽ പ്രചരിക്കും.